നമസ്കാരം, എല്ലാവർക്കും ജിത്തൂസ് ജേണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ മലയാത്രയൊക്കെ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ട് കുറച്ചായി. നമ്മൾ ഇന്നൊരു റിസോർട്ട്, ഒരു വില്ല പരിചയപ്പെടാനായിട്ട് വന്നിരിക്കുകയാണ്. AT വില്ല എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. വയനാട്ടിൽ നല്ല തണുപ്പാണ്. കുറച്ച് ദിവസമായിട്ട് ജലദോഷം അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ AT വില്ല എവിടെയാണെന്ന് വെച്ചാൽ കാലിക്കറ്റ് മൈസൂർ ദേശീയപാതയിൽ നമ്മുടെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ അടുത്ത് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്. അപ്പൊ ഇത് പിന്നെ കല്ലൂർ 66 എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വില്ല നിൽക്കുന്നത്. അത് ഹൈവേന്ന് ഒരു 200 മീറ്റർ കഷ്ടി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള വില്ല കാണാം. ഇത് ഓപ്പൺ ചെയ്തിട്ട് കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. 2000 രൂപയ്ക്ക് AC നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും മനോഹരം AC എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഫാമിലി കോട്ട് ബെഡ്, ബാത്റൂം, അടിപൊളി സൗകര്യങ്ങളാണ്. അതുപോലെ 1500 രൂപയ്ക്ക് നോൺ AC റൂംസ്, അതുപോലെ 3000 രൂപയ്ക്ക് പിന്നെ ഒരു വില്ലയാണ് തരുന്നത്. 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ. അത് എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കാം, അൺലിമിറ്റഡ് ആണെന്നുള്ളതാണ്. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് പൊലിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൈസൂർ കാലിക്കറ്റ് ദേശീയപാതയിൽ നിന്ന് 66 കല്ലൂർ 66 ഒരു 200 മീറ്റർ മാറി നമ്മൾ ഈ വില്ലയിലേക്ക് വരികയാണ്. ഇതുണ്ടോ, ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. AT വില്ലാസ് എന്നുള്ള ബോർഡൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പോകാം. നിങ്ങളുടെ വണ്ടിയൊക്കെ വളരെ സേഫ്റ്റി ആയിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ്. നല്ല മതിലും ഗേറ്റും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ വെക്കേഷൻ ടൈമാണല്ലോ, ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് ഒരുപാട് ആളുകളാണ്. ഫുള്ളാണ്, റൂം ഫുള്ളാണ്. ഞാൻ ഏകദേശം ഇതിന്റെ ഒരു രൂപരേഖ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ പിന്നെ വില്ലയുടെ AC നോൺ AC ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ. റൂംസിന്റെ വില്ല ഇതിന്റെ ബാക്കിലായിട്ടാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പിന്നെ ഗ്രൗണ്ട്, ഒരു മുറ്റമൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. മുകളിലാണെങ്കിൽ ഒരു ബാൽക്കണി, അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ. രാത്രിയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഗംഭീര കാഴ്ചയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. 2000 രൂപയ്ക്ക് ഇങ്ങനത്തെ AC റൂം കിട്ടാന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. അത്ര ഗംഭീരമായ റൂമാണ്. നമ്മൾ എത്രയോ റൂംസുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതിനേക്കാളൊക്കെ ലാഭകരമായിട്ട് തോന്നിയത് കേട്ടോ. അടിപൊളി ബെഡാണ്, ഫാമിലി കോട്ട് ബെഡാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ ചെറിയ സെറ്റി ഒക്കെ ഉണ്ട്. നല്ല അതുപോലെ ഇവിടെ ഒരു ഷെൽഫും കാര്യങ്ങളും, നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫൊക്കെ ഉണ്ട് ഇവിടെ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ട പല ആൾക്കാരും ചോദിച്ച ചോദ്യമുണ്ട്, നമുക്ക് ചീപ്പ് റേറ്റിന്, കുറഞ്ഞ റേറ്റിന് എവിടെയാണ് റൂംസ് കിട്ടുക എന്നുള്ളത്. അതിന് ഒരു വ്യക്തമായ ഒരു ആൻസർ ആണ് നമ്മളിപ്പോൾ തരുന്നത്. ഇതുണ്ട്, ഇത് ബാത്റൂമാണ്. നല്ല പുതിയ വില്ല ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതാണ് ബാത്റൂം സൗകര്യം. അതോടൊപ്പം തന്നെ ഇവിടെ അടിപൊളിയായിട്ട് ഒരു പിന്നെ വാഷ് ബേസിൻ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വാഷ് ചെയ്യാനും അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഉണക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നല്ല ഗംഭീരമായിട്ട് ഈ 2000 രൂപയ്ക്ക് ഇങ്ങനെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ കണ്ടത് AC റൂമാണ്. ഇനി ഇതിന്റെ നോൺ AC കൂടി ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഇത് നോൺ AC ആണ്. ഈ നോൺ ACയിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ ഒരു ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട്. അവിടെ നമുക്ക് ഒരു ബെഞ്ചും കാര്യങ്ങളും, ചാരി ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ACയിലേക്ക് വന്നാൽ എങ്ങനെയാണോ അതേ സൗകര്യം തന്നെയാണ്. AC ഇല്ല എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വയനാടിന്റെ കാലാവസ്ഥ അനുസരിച്ച് അങ്ങനെ AC വേണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. ഇപ്പോഴൊക്കെ നല്ല തണുപ്പാണ്. AC ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ ഓഫ് ചെയ്ത് വെക്കായിരിക്കും. പിന്നെ ഈ കർട്ടൻ മാറ്റി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ ഒരു വാഷ് ബേസിൻ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നേരത്തെ കണ്ട പോലെ നല്ലൊരു ബാത്റൂമാണ്. അതിന്റെ ഡോറും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനൊക്കെയാണ്. ഇങ്ങോട്ട് വന്നാൽ നല്ല നേരത്തെ പറഞ്ഞ പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബാത്റൂമൊക്കെ. ഇതിന് 1500 രൂപയാണ് റേറ്റ് ഈടാക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന നമ്മൾ വില്ലയിലേക്ക് 3000 രൂപയാണ് ഈ ഒരു വില്ലാസിന്റെ റേറ്റ് വരുന്നത്. 2 ബെഡ്റൂം, ഒരു ഹാള്, സിറ്റ് ഔട്ട്, കിച്ചൺ, അത്യാവശ്യം ഒരു വീട് തന്നെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം, എന്റെ സൗകര്യം നോക്കാം കേട്ടോ. എന്താണ് 3000 രൂപയ്ക്ക് ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലാഭകരം തന്നെയാണ്. ഇത് ശരിക്കും ഇവർ എക്സ്ട്രാ ഒരു ബെഡ് ഇട്ട് കൊടുത്ത ഹാളിൽ ഇങ്ങനെ ഒരു ബെഡ് ഇല്ല. ഇങ്ങനെ 2 ബെഡ്റൂമിൽ 2 ബെഡാണ് ഉള്ളത്. എന്താ ഇങ്ങനെ ഒരു ബെഡും, ആ ബെഡ്റൂമിൽ കണ്ടല്ലോ അങ്ങനെ ഒരു ബെഡും, അത് കഴിഞ്ഞാൽ അവിടെ ഒരു ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ 2 ബെഡ്റൂമിൽ 2 ബെഡാണുള്ളത്. പക്ഷെ ഇത് എക്സ്ട്രാ അവർക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഹാളിൽ ഒരു ബെഡും കൂടി ഇട്ട് കൊടുത്താണ്. അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും ഈടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എത്ര പേര് വന്നാലും ഈ 3000 രൂപയ്ക്ക് തന്നെ ഈ ഒരു വില്ലയിൽ നമുക്ക് താമസിക്കാം. നമ്മൾ നേരത്തെ കണ്ട അതേ രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, നല്ല രസകരമായ നീറ്റ് ആയിട്ടുള്ള കർട്ടനാണ്. നല്ല കുത്തുന്ന കളറൊന്നുമല്ല, നല്ല ലൈറ്റ് കളറൊക്കെ ആയിട്ട് നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു വിശാലമായ കിച്ചൺ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത്യാവശ്യം ബിരിയാണി വരെ വെക്കാനുള്ള സൗകര്യമാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. എന്ത് വേണമെങ്കിലും നമുക്ക് പാചകം ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു കിച്ചണിലുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള 3 വില്ലാസാണ് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് അത്യാവശ്യം ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് ഇതുണ്ട്, ചെറിയൊരു പുല്ലൊക്കെ പിടിപ്പിച്ച് മനോഹരമായിട്ട് AT വില്ലാസ് എന്നൊക്കെ പറയുന്ന അവരുടെ നെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെറിയൊരു രസകരമായൊരു
ഏരിയ ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ AT വില്ലാസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ സിംഗിൾ ബെഡ്റൂം കിട്ടും എന്നുള്ളത്. ഇങ്ങനെയാണ് സിംഗിൾ ബെഡ്റൂം. 500 രൂപയേ ഉള്ളൂ ഒരാൾക്ക്. അതിനിപ്പോൾ നിങ്ങൾ കുറച്ച് 3-4 ആൾക്കാർ വന്നാലും 500 രൂപ ഈടാക്കും. ഇനി ഒരാൾ മാത്രമാണ് വരുന്നതെങ്കിലും അയാൾക്കും ഒരു 500 രൂപയ്ക്ക് ഈ ഒരു റൂം തരും എന്നുള്ളതാണ്. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 രൂപ ഓരോരുത്തർക്കായിട്ട് 500 രൂപ ഷെയർ ചെയ്ത് എടുക്കുക ചെയ്യുക. AT വില്ലാസിന്റെ ഓണേഴ്സിനെ നമ്മളൊന്ന് പരിചയപ്പെടാണ്. അപ്പൊ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു പേരെന്തായിരുന്നു? എന്റെ പേര് നാസർ. നിങ്ങളുടെ പേരെന്താ? മുനീർ അല്ലേ? അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന് നമ്മളിപ്പോ വന്നത് തന്നെ 2000 രൂപയ്ക്ക് നമുക്ക് AC കിട്ടും എന്നുള്ളൊരു അറിവ് കിട്ടിയിട്ടാണ്. എങ്ങനെ നമുക്ക് 2000 രൂപയ്ക്ക് AC കൊടുക്കാൻ പറ്റുന്നത്? അതെന്ന് പറഞ്ഞാൽ ഈ മുത്തങ്ങ ഭാഗത്ത് ഇത്രയും കുറഞ്ഞ ചെലവില് നമുക്ക് മാത്രമേ ഇത് കഴിഞ്ഞിട്ടുള്ളൂ. 2000 രൂപക്ക് ഇവിടെ എവിടെയും കിട്ടില്ല. ഇത്രയും AC സൗകര്യമുള്ള ഒരു റൂം എവിടെയും കിട്ടില്ല. അപ്പൊ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളെ എത്തിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതെ. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകത തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാല് 500 രൂപയ്ക്ക് സിംഗിൾ ബെഡ്റൂം. നമ്മളെപ്പോലുള്ള വ്ലോഗേഴ്സ് അല്ലെങ്കിൽ ബൈക്ക് റൈഡേഴ്സിനൊക്കെ വളരെ ഉത്തമമായ ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു 500 രൂപയ്ക്ക് സിംഗിൾ ബെഡ് എന്നുള്ളത്. അപ്പൊ അതും വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. അതെ. അപ്പൊ നിങ്ങൾ ഇത് പ്രധാനമായിട്ടും നമ്മുടെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സെഞ്ചുറിയുടെ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് രാവിലത്തെ ജംഗിൾ സഫാരിക്കൊക്കെ വളരെ സൗകര്യം തോന്നുന്നു അല്ലേ? ഇവിടുന്ന് 2 കിലോമീറ്റർ അല്ലോ? 2 കിലോമീറ്റർ അടുത്തുള്ളൂ. മാത്രമല്ല എപ്പം പോയാൽ ആനെ കാണാനുള്ള സൗകര്യം ഇവിടെ കൂടി ഉണ്ട്. അപ്പൊ ശരിക്കും നിങ്ങൾ വയനാട്ടിൽ തന്നെയാണോ? എങ്ങനെയാ? നമ്മള് വയനാട്ടിലല്ല, നമ്മള് പള്ളിക്കൽ ബസാർ മലപ്പുറം കൊണ്ടോട്ടി ഭാഗത്ത് പള്ളിക്കൽ ബസാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇതെന്ന് ഓപ്പൺ ചെയ്യുന്ന? ഇത് 25-ാം തീയതി ഓപ്പൺ ചെയ്തു. 25-ാം തീയതി ഓപ്പൺ ചെയ്തു. ഇപ്പൊ 3 ദിവസമായില്ലേ? 28 കഴിഞ്ഞു. അപ്പൊ നിങ്ങളെ പേരെന്തായിരുന്നു? അറിയാം. അപ്പൊ നമുക്ക് പിന്നെ അതുപോലെ തന്നെ വില്ലയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ വില്ല എന്ന് പറഞ്ഞാൽ നമ്മള് 2 ഫാമിലി കംഫർട്ട് ആയിട്ട് നമുക്ക് താമസിക്കാം. ഇനി അതിൽ കൂടുതൽ ആളുകൾ വന്നാലും ചെറിയ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ കാര്യങ്ങളൊക്കെ കണ്ട് 3 റുപ്യക്കാണ് ആ വീട് കൊടുത്തത്. 3000 രൂപയ്ക്കാണ് ആ ഒരു വീട്. അത് പെർ ഹെഡിന് നമ്മൾ പ്രത്യേകിച്ച് റേറ്റ് ഒന്നും ഈടാക്കുന്നില്ല. 3000 രൂപയ്ക്കാണ് ആ വീട് മൊത്തമായിട്ട് ഒരു ദിവസത്തിന് മൊത്തമായിട്ട് കൊടുക്കുന്നത്. ഇവിടെ ആ റേഞ്ചിൽ ഇവിടെ ഓടിയും വീട് കിട്ടില്ല. അങ്ങനത്തെ തന്നെയാണ് ഞാൻ ഫേമസ് ആയത്. ഇവിടെ ഏറ്റവും കുറച്ച് കൊടുത്താണ് മുത്തങ്ങയിൽ ഇപ്പം ഞാൻ ഫേമസ് ആയി. ഇത്രയും 2 വർഷമായി ആ വീട് കൊടുക്കുന്നത്. ഇത് അറിയപ്പെട്ടതും ജനങ്ങൾ വിരലിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതും കുറഞ്ഞ റേറ്റിൽ നമ്മൾക്ക് ജനങ്ങളെ കൈകളിൽ എത്തിച്ചിട്ടാണ്. 3000 രൂപ ഒരു വീട് കിട്ടാറില്ല. എല്ലാവർക്കും സെക്യൂരിറ്റി വണ്ടി കയറ്റാൻ കയറ്റും. അതിന് വണ്ടിക്കാർക്കും ഡ്രൈവർമാർക്കും ഒക്കെ സമാധാനമാണ്. ഇങ്ങോട്ട് കയറ്റിട്ട് വണ്ടി ലിറ്റ് ലോക്ക് ചെയ്യാം. ഇവിടെ ആ സൗകര്യം ഒന്നും വളരെ കുറവാണ്. ഇവിടെ ഇല്ല. അപ്പൊ അതൊക്കെ വെച്ചിട്ട് പിന്നെ വേറെ കാര്യം കൂടെ എന്ന് വെച്ചാൽ നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ അടുത്ത് ടെമ്പിൾ ഉണ്ട്, ചർച്ച് ഉണ്ട്, മോസ്ക് ഉണ്ട്. അപ്പൊ ഏത് രീതിയിലുള്ള മതവിഭാഗം ആൾക്കാർക്കുള്ള ആരാധന നടത്താനുള്ള സൗകര്യങ്ങളും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത വെച്ചാല് ഇവിടുത്തെ റൈറ്റും ഇവിടുത്തെ ക്വാളിറ്റിയും ഇവിടുത്തെ പിന്നെ ഫെസിലിറ്റീസ് ഒക്കെ അത്രയ്ക്കും ഗംഭീരാന്നുള്ളതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം വന്നു നോക്കുക. വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഊട്ടിയിൽ നിന്നാണ് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കയറാൻ വളരെ എളുപ്പമാണ്. ഷോർട്ട് വഴിയുണ്ട്. പിന്നെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സെഞ്ചുറി. അത് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര പുഷ്പമേള നടക്കാൻ പോവുകയാണ് ഈ ജനുവരി 1 തൊട്ട് പുതുവർഷത്തിൽ. അത് നമ്മുടെ ഇവിടുന്ന് ബത്തേരിയിൽ അമ്പലവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ? 14 കിലോമീറ്റർ. കാരാപ്പി ഡാം എടുത്താണ്. ഇതെല്ലാം ഇതിന്റെ ചുറ്റുഭാഗത്താണ്. പിന്നെ മുത്തങ്ങ ഫോറസ്റ്റ്. പിന്നെ ഊട്ടിയിലേക്ക് മൈസൂരിലേക്കൊക്കെ പോകാൻ വളരെ അനുയോജ്യമായ സേഫ്റ്റി സ്ഥലമാണ്. അതായത് രാവിലെ 6 മണിക്ക് ഫോറസ്റ്റ് തുറക്കും. രാവിലെ പോകാൻ പറ്റിയ 6 മണിക്ക് നമുക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആണ്. ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് രാവിലെ 6 മണിക്ക് തന്നെ മറ്റുള്ള സ്ഥലത്ത് നമ്മൾ ഓടി എത്തണ്ടേ. ഇവിടെയാണ് കറക്റ്റ് 6 മണിക്ക് നമ്മൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് നമുക്ക് ചെക്ക് പോസ്റ്റ് കവർ ചെയ്ത് നമുക്ക് പോകാന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം കാണാനും അല്ലെങ്കിൽ പിന്നെ ഇതൊന്ന് പരിചയപ്പെടാനൊക്കെ തന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ AT വില്ലാസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ AT വില്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അടിപൊളി സംഭവമാണ്. ഞാനിത് കൂടുതൽ പൊലിപ്പിച്ച് പറയുന്നതല്ല. നിങ്ങളൊന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇപ്പോൾ വെക്കേഷനാണ്, ക്രിസ്മസ് വെക്കേഷനാണ്, അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളൊക്കെ വെക്കേഷൻ കാലഘട്ടമാണ്. മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് ക്ലോസ് ചെയ്യാണല്ലോ. ആ സമയത്തൊക്കെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എന്തായാലും AT വില്ല ഞാനൊന്ന് ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് വന്നു നോക്കുക, താമസിച്ച് നോക്കുക. അടിപൊളി സംഭവമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പൊ ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.